ഒരു ഉപജീവന മാർഗമായിട്ട് ഈ വണ്ടി ഉപയോഗിക്കാമല്ലോ. ആ വഴിക്ക് എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ? ഉപജീവന മാർഗമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. കാശുള്ളവൻ എന്തു ആവാലോ, കാശിക്ക് പോകുന്നതാണ് എനിക്ക് നല്ലതെന്ന് പറഞ്ഞതാ. ആവേശം സിനിമയിലെ അമ്പാൻ സ്റ്റൈലിൽ കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയതിൽ നടപടിയെടുത്ത ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO. ഇനി കൊള്ളാൻ റെഡി ആയിക്കോ, ചെക്കിങ്. അവന്മാരെ കാണുമ്പോൾ എന്റെ കോളേജ് വിദ്യാഭ്യാസം ഓർമ്മ. യൂട്യൂബർ സഞ്ജു ടെക്കിയാണ് വെള്ളം നിറച്ച വാഹനം പൊതുനിരത്തിൽ ഓടിച്ചത്. നീയാണോ? അതെ, ഞാനാണ്. അതെന്റെ പൗരധർമ്മമാണല്ലോ. അത് ചെയ്തത് തെറ്റായി പോയെങ്കിൽ എന്നെ തല്ല് തല്ല് തല്ല്. കാർ ഉടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് RTO റദ്ദാക്കി. കുറ്റവാളികളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ ഇൻസ്പെക്ടർ രാജേന്ദ്രൻ ശീലിച്ചിട്ടില്ല. ഈ സഞ്ജു ടെക്കി എന്ന ഈ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് നേരത്തെ തന്നെ വലിയ റീച്ച് ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. ഈ റീച്ച് അടുത്ത കാലത്തായി കുറഞ്ഞപ്പോൾ റീച്ച് എങ്ങനെ കൂട്ടാൻ കഴിയും എന്ന ചിന്തയിൽ നിന്നാവണം അദ്ദേഹം പുതിയൊരു ഐഡിയ ഈ ഇതിലേക്ക് കൊണ്ടുവന്നത്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കേ. ഈ ഫയൽ നോക്കിയേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ സാറേ. കഴിഞ്ഞ 2 വർഷമായിട്ട് എന്റെ കടയുടെ മുമ്പിൽ ഒരു വണ്ടി ഇടാറ്. പുതിയ പരാതി എഴുതിക്കോ. അതല്ല സാർ, ഒന്നും പറയണ്ട, എനിക്ക് ആരായാലും ഇടിച്ചാ മതി. എഴുതിക്കോ. ഇതിനകത്ത് ഇത്ര സ്ഥലമുള്ളൂ, പക്ഷെ നമ്മള് കാറ് ഇന്ന് പൂളാക്കും. എങ്ങനെ ദേശം മെന്റൽ ഉണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെ എനിക്കൊരു കുഴപ്പമില്ല. ആരായാലും ഞാൻ വിടില്ല. ഞാൻ പറയാം. ഇന്നലെ എന്റെ ഭാര്യ കണ്ടു. എപ്പോ? എവിടെ വെച്ച്? എന്റെ വീട്ടിൽ വെച്ച് TV ഇന്റർവ്യൂല്. ഇംഗ്ലീഷ് നിനക്ക് കാറല്ല. ഞാൻ പറയത്തില്ല. എനിക്ക് നീന്താൻ അറിയില്ല. എനിക്ക് നീന്താൻ അറിയില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നീന്താൻ അറിയുന്ന ആരെങ്കിലും ഞാൻ വിളിച്ചോണ്ട് വരാം. പിന്നെ സാവന്തിനെ വെള്ളത്തിൽ ചാടി അങ്ങനെ താഴ്ന്ന് കുളിക്കട്ടെ എന്ന് കരുതി കുളിപ്പിച്ച് കുഞ്ഞില്ലാണ്ടായിന്ന് കേട്ടിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഫീലാണ് കേട്ടോ ആദ്യം പറയാം. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വിമ്മിംഗ് പൂൾ, അതിന്റെ പാവം മെന്റൽ ഡിസ്യൂസ് ആയി. ടിവിയിൽ നിന്റെ ലൈവ് ഷോ കണ്ടിട്ട് RTO എന്നെ വിളിച്ചത്. ലൈവ് ഷോ ആയിരുന്നു RTO. ആരോടെ പടക്കം പൊട്ടിച്ചത്? അനിയ 2 കൈ മുട്ടുമ്പോഴല്ലേ ശബ്ദം കേൾക്കൂ. എന്നിട്ട് നല്ല ശബ്ദം ഞാൻ കേട്ടല്ലേ. എന്തോ ഞാനൊന്നും കേട്ടില്ല. പുല്ല് ചെവി അടിച്ച് പോയാ എന്തോ. നേർബാഗ് പൊട്ടുമെന്ന് സത്യം പറയണം, ഞാനും ഓർത്തില്ല. എങ്ങനെ പൊട്ടിയല്ലേ? ഈ സൈഡിലോട്ട് വെള്ളം എല്ലാം പൊട്ടി ഒരു സൈഡിലോട്ട് പോയപ്പോ അതിന്റെ പ്രഷർ എന്തോ കൊണ്ട് എയർബാഗ് പൊട്ടിയിട്ടുള്ളേ. അപകടകരമായ ഒരു കാര്യമാണ് ഇത് ഇവർ ചെയ്തത് എന്നാണ് RTO പറയുന്നത്. പൊതുനിരത്തിലൂടെ വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി ആവേശം കാണിച്ച് ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നു എന്നാണ് RTO നൽകുന്ന വിശദീകരണം. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. ഐ വോണ്ട് അലോ എനിബഡി ടു വയലേറ്റ് ദ റൂൾസ്. എനിക്കിന്ന് മൃദുല വികാരങ്ങളില്ല, മനുഷ്യത്വം തീരെയില്ല. എന്താടാ പരിങ്ങണേ? അല്ല, ഇത് എടുത്തോണ്ട് ഞങ്ങള് വെളിയിൽ പോയാല് നാട്ടുകാർ ഞങ്ങളെ ഫോറിനേഴ്സ് എന്ന് വിളിക്കാത്ത. ഒരു ഫോറിനേഴ്സ്. എടാ, നീയൊക്കെ അമേരിക്ക പോയപ്പോലെ ഫോറിനേഴ്സ് എന്ന് വിളിക്കണ. മാസത്തിൽ ഒരിക്കൽ ചെന്ന് ഒപ്പിട്ട് കൊടുക്കണമായിരിക്കും. കള്ളൻ പോയിട്ട് വരട്ടെ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി.